മൈഥിലി ഇനി വൈകുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വന്നിട്ടല്ലേ എനിക്ക് ഇറങ്ങാൻ പറ്റൂ. മൈഥിലി വരുമ്പോ തന്നെ ഞാൻ രഞ്ജിത്തിനെ വിളിക്കാം. എന്നാ ശരി. ആന്റി എപ്പോ വന്നു? കുറെ നേരമായി. സ്നേഹാന്റിക്ക് കൂട്ടിരിക്കാൻ വന്നതാ. അമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോയി. അതെ, നിങ്ങൾ രണ്ടുപേരും മുൻപത്തെ പോലെ ഒന്നിച്ച് സ്കൂളിൽ പോയും ഒന്നിച്ച് വരികയും ചെയ്താൽ മതി. അത് ചേച്ചിക്ക് ഇഷ്ടമല്ല. ആ ഇഷ്ടക്കേട് നമുക്ക് ഇപ്പൊ തന്നെ മാറ്റിയാലോ? വാ. യാമി, ഒന്നിങ്ങ് വന്നേ മോളെ. വേണ്ട ആന്റി. ആ, അങ്ങനെ വിട്ട ശരിയാവില്ലല്ലോ. ഇതൊന്ന് തീർത്തല്ലേ പറ്റൂ. എന്താ ആന്റി? അതെ, നിങ്ങൾ മുൻപത്തെ പോലെ ഒന്നിച്ച് സ്കൂളിൽ പോയാൽ മതി കേട്ടോ. ഏതുകുട്ടം പറയുന്നത് യാമി അതിന് സമ്മതിക്കാത്തതെന്നാ. എനിക്ക് ആരുടെയും കൂട്ട് വേണ്ട. ഏതുകുട്ടം മോളുടെ അനിയനല്ലേ? ദേ നോക്ക്, അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർത്തോളും. നിങ്ങൾ അതിൽ ഇടപെടാനോ പക്ഷം പിടിക്കാനോ നിൽക്കണ്ട. ചേച്ചി എന്തു പറഞ്ഞാലും അമ്മയെ കുറ്റം പറയും. നീ എന്ത് പറഞ്ഞാലും അമ്മ ന്യായീകരിക്കുന്നുണ്ടല്ലോ. അതോ? അമ്മ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അമ്മയുടെ കൂടെ നിൽക്കുന്നത്. അച്ഛനും ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അച്ഛന്റെ കൂടെ നിൽക്കുന്നത്. അതെ, ഞാൻ രണ്ടുപേരെയും വിളിച്ചത് കോംപ്രമൈസിനാ, അല്ലാതെ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കാനല്ല. അച്ഛന്റെ മോളാവുകയോ അമ്മയുടെ മോനാവുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ. പക്ഷെ നാളെ മുതൽ യദുകുട്ടനെ സ്കൂളിൽ കൊണ്ടുപോകേണ്ടതും തിരിച്ചു കൊണ്ടുവരേണ്ടതും യാമി മോള. എനിക്ക് പറ്റത്തില്ല. ദേ നോക്ക്, നീ കടുത്ത വാക്കുകൾ എന്തെങ്കിലും പറഞ്ഞാലും മൈഥിലി നിന്നെ തല്ലില്ലാന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കതിന് മടിയൊന്നുമില്ല കേട്ടോ. എന്നാ ഇനി തല്ലിക്കോ. എല്ലാരോടും അമ്മ എന്നെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിന്റെ വെറുപ്പും എല്ലാരും എന്നോട് കാണിക്കുന്നുണ്ട്. ഇനി ഇതും കൂടെ ഉള്ളൂ ബാക്കി. മോൾ എന്തൊക്കെയാ പറയുന്നേ? എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട. അമ്മയോട് ഞാനത് പറഞ്ഞിട്ടുണ്ട്. വേറെ ആരോട് പറയാനും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒന്നും ചോദിക്കണ്ടെന്ന്. ഇപ്പൊ ആന്റിക്ക് വിഷമായില്ലേ? ആന്റിക്ക് എന്ത് വിഷമാടാ? ആന്റി ഇനിയും ഇങ്ങനെയൊക്കെ പറയും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആന്റിയും മക്കളുമായിട്ട് നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? മോൻ ചെന്ന ഡ്രസ്സൊക്കെ മാറ്. കുട്ടികള് ശരിക്കും സ്പ്ലിറ്റ് ആയി അല്ലേ? ചെറിയ മക്കളല്ലേ, കൊച്ചു കാര്യങ്ങൾ മതി അവരുടെ മനസ്സ് തകർന്നു പോവാൻ. യാമി ഇങ്ങനെയൊക്കെ പെരുമാറുന്നതില് എന്തെങ്കിലും യാഥാർത്ഥ്യം കാണും. കുട്ടിക്ക് എന്തറിയാം യാമിയെ കുറിച്ച്? വെറുതെ ആവശ്യമില്ലാത്ത ജഡ്ജ്മെന്റിനൊന്നും നിൽക്കല്ലേ സ്നേഹേ. കളിക്കിടയിൽ ഉണ്ടാവുന്ന വെറും വഴക്കല്ലേ ഇത്, ഒരു കുടുംബത്തിന്റെ പുകച്ചില. കേട്ടല്ലോ? മാം, ആ, ഇപ്പൊ തന്നെ സ്നേഹം ബോറടിച്ചിരിക്കുകയായിരിക്കും. ഇനി അവിടെ ചെന്നിട്ട് ഇതൊക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്നെ കൊല്ലും. മാം, ഞാനൊന്ന് പറഞ്ഞോട്ടെ. സ്നേഹയുടെ കാര്യമാണോ? കുറേ സമയമായിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നതാ. അല്ല, ആ കുട്ടി ഇത്രയും കുഴപ്പക്കാരിയാണോ? ഏയ്, അതൊന്നുമല്ല. അച്ഛൻ വന്നിട്ടും സ്നേഹം തിരിച്ചു പോകാത്തത് ഞാൻ കുറേ ആലോചിച്ചു. അതിന് ഇപ്പോഴാണ് എനിക്ക് ഉത്തരം കിട്ടിയത്. ഇത്ര കടുത്ത ആലോചനകളൊക്കെ സ്വന്തം ജോലിക്കാര്യത്തിലുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നിട്ട് ജോലിക്കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും വിട്ടുവീഴ്ച കാണിച്ചിട്ടുണ്ടോ? വേണ്ട വേണ്ട, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. മാം, ഞാൻ പറയാമെന്നൊന്ന് പൂർത്തിയായിക്കോട്ടെ. മാമിൻ്റെ കൂടെ നിൽക്കുന്നതിൽ എനിക്ക് എന്തൊരു ഉദ്ദേശമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് മാമിൻ്റെ ഫാമിലി മാറ്റർ തന്നെയായിരിക്കും എന്നാ. എന്താ? അല്ല, ഈ സാരിംഗ സാറിനോട് നല്ല രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അയാളതങ്ങ് സംസാരിച്ചോട്ടെ. മാം തടയണ്ട. ഏയ്,
അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അല്ല മാം, മാമിൻ്റെ ചോദ്യത്തിന് സാരംഗ് സാർ കൃത്യമായ മറുപടിയൊന്നും പറയുന്നില്ലല്ലോ. അല്പം സ്വാതന്ത്ര്യം എടുത്ത് ഒരാൾ ചോദിക്കാൻ തയ്യാറായ ചിലപ്പോൾ സാരംഗ് സാർ മനസ്സ് തുറന്നാലോ. എന്തെങ്കിലും തെറ്റിദ്ധാരണയാണ് സാറിൻ്റെ മനസ്സിലെങ്കിൽ. നീ പകൽക്കിനാവ് കാണാണോ? അല്ല മാം. സാരംഗ ആരോടും ഒന്നും പറയില്ല. ഉണ്ടെങ്കിൽ എത്ര പേരോട് പറയായിരുന്നു? അനാമികയും രഞ്ജിത്തും സാരംഗിന്റെ പഴയ സുഹൃത്തുക്കളല്ലേ? അച്ഛനെ തുല്യം കാണുന്ന കുട്ടിച്ചൻ ആരോടും സാരംഗ് പറഞ്ഞില്ലല്ലോ. സോ സാരംഗിന്റെ മനസ്സ് കൊട്ടി അടച്ചിരിക്കുക. അത് തുറക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. സ്നേഹയൊന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ. ആയിക്കോട്ടെ, പക്ഷേ നിനക്കെന്താ എത്ര നിർബന്ധം? ഒന്നുമില്ല, എനിക്ക് ബന്ധുവായി മാം മാത്രമല്ലേ ഉള്ളൂ. മാമിൻ്റെ ജീവിതം സുരക്ഷിതമാണെന്ന് ഉറപ്പ് വന്നാലേ എനിക്കെന്ത് സന്തോഷമാണെന്നറിയോ. ശരി, സ്നേഹം ഞാൻ തടയുന്നില്ല. പ്രശ്നം തീർന്നല്ലോ. അയ്യോ, അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവാണെങ്കിൽ തടയണം. ഞാൻ പറഞ്ഞത് നോർമൽ കേസാണ്. നീ ഒരു കാര്യം ചെയ്. സ്നേഹം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ദിവസം ഞാൻ എന്തൊക്കെ ചട്ടങ്ങളാണ് പാലിക്കേണ്ടെന്ന് നീ എനിക്കൊന്ന് എഴുതിത്താ. ഞാൻ അതിനനുസരിച്ച് പ്രവർത്തിച്ചോളാം. പോരെ? എന്നാ പിന്നെ മാമിൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്. ഞാൻ ഒറ്റ കാര്യം ശ്രദ്ധിക്കൂ. ആ കുട്ടി സന്തോഷത്തോടെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അതിലും സന്തോഷത്തോടെ അവിടെ നിന്ന് തിരിച്ചു പോകണം. ദാറ്റ്സ് മൈ പ്രയോറിറ്റി. നീ വണ്ടി എടുത്തേ. ഇതൊക്കെ ഇവൻ തന്നെ പോയി വാങ്ങി സ്വയം ചുമന്നുകൊണ്ട് വന്നതാ. ജൂനിയർ ഡോക്ടറെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിച്ചു എന്നുള്ള ചീത്തപ്പേര് ഇവൻ എന്നെ കൊണ്ട് കേൾപ്പിക്കും. നിങ്ങളെന്താ എത്ര വൈകിയത്? അത് പിന്നെ ആ പേഷ്യൻ്റെ അവസ്ഥ കുറച്ച് ക്രിട്ടിക്കലായി വരുമായിരുന്നു. മാം കൂടെ ഉണ്ടെങ്കിൽ അതെനിക്കൊരു ആശ്വാസമായിരുന്നു. എടോ, നമുക്കിറങ്ങിയാലോ? എങ്ങോട്ട്? തൻ്റെ അച്ഛൻ വീട്ടിലെത്തിയില്ലേ, നമുക്ക് പോണ്ടേ? അതെന്താ സ്നേഹ അച്ഛൻ വന്ന കാര്യം പറയാതിരുന്നത്? മാം ഇവിടെ ഇരിക്കുമ്പോ തന്നെ അച്ഛനെന്നെ വിളിച്ചിരുന്നു. അപ്പൊ തന്നെ അച്ഛൻ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ അച്ഛനോട് പറഞ്ഞു എന്തായാലും ഇറങ്ങി, ഇന്നത്തെ ദിവസം മാമിന്റെ കൂടെ നിന്നിട്ടേ തിരിച്ച് വീട്ടിലെത്തുള്ളൂ എന്ന്. ആ പറഞ്ഞതിൽ എന്തൊരു കുഴപ്പമുണ്ടല്ലോ. ഉണ്ട്, ഇന്നത്തെ ദിവസം ഇവിടെ നിൽക്കേണ്ട അത്യാവശ്യം എനിക്കുണ്ട്. അതെ, ഇയാളെ കൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ? പിന്നെ ഞാൻ ഈ വീട് കുളമാക്കി ഇവിടെ തലയും കുത്തി നിൽക്കുമായിരുന്നു. ചോദിച്ചു നോക്ക്. ഏയ്, കുട്ടിയെ കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. എങ്കിൽ ശരി മാം, ഞാൻ ഇറങ്ങുവാണേ. നീ ഇരിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫാദറുമായിട്ടൊരു സ്ഥലം വരെ പോകാനുണ്ടെന്ന്. എന്നാ പിന്നെ ആയിക്കോട്ടെ. സ്നേഹ, എനിക്ക് തന്നോടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. ആ മൈഥിലി, ഇത് നമുക്കുള്ള സൂചനയാ. നമുക്കങ്ങ് മാറിക്കൊടുക്കാം. അയ്യോ, അങ്ങനെയൊന്നുമില്ല. എന്നാ പിന്നെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മുമ്പ് വെച്ച് പറയും. അത് ശരിയാവില്ല. താൻ പാടോ. എന്താ? അച്ഛൻ വന്നിട്ടും തിരിച്ചു പോവാതെ താൻ ഇവിടെ നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. എന്ത്? സാരംഗ് സാറിനോട് സംസാരിക്കാനല്ലേ? അത് നന്നായിടോ. അവർക്കിടയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. മാം വല്ലാണ്ട് വിഷമിക്കുന്നുണ്ട്. എനിക്ക് പണ്ടത്തെ പോലെ മാമിനെ എപ്പോഴും ചിരിച്ചു കാണണം. താനും ശ്രമിച്ചു നോക്ക്. താൻ വളരെ സോഫ്റ്റായിട്ട് വേണം കൈകാര്യം ചെയ്യാൻ. തൻ്റെ ചോദ്യങ്ങൾ കേട്ടിട്ട് സാരംഗ് സാറിന് എന്തെങ്കിലും ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ഓഫ് ദ. അതൊക്കെ വേണ്ട പോലെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ വന്ന ഉദ്ദേശം എന്താണോ അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് മടങ്ങുള്ളൂ. ഞാനിപ്പോൾ എന്താ പറയുക, ഇത് താൻ സ്വയം എടുത്ത തീരുമാനമാണെങ്കിലും എനിക്ക് വേണ്ടി താനെടുത്ത ഏറ്റവും നല്ലൊരു കാര്യമാണ്. താങ്ക്സ് ഡോ. ഞാനിങ്ങനെ എപ്പോഴും പൊട്ടിത്തെറിച്ചും ബഹളം വെച്ചുമൊക്കെ നടക്കുമെങ്കിലും ബന്ധങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന കൂട്ടത്തില്. ചില ബന്ധങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും. താനിങ്ങനെ സംസാരിക്കുന്നത് കേൾക്കാനൊക്കെ രസമുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ താനിങ്ങനെ സീരിയസ് ആവണമെന്നൊന്നുമില്ല. തൻ്റെ പണ്ടത്തെ അഭ്യാസങ്ങൾ തന്നെയാണ് രസം. എന്നാ ശരി, അരുൺ ഇറങ്ങിക്കോ. ആ, സാരംഗ് സാറിനോട് സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണം. ഞാൻ വിളിക്കാം.
എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഇവിടെ ചിലതൊക്കെ സംഭവിക്കും. ഉം. ശരി. ഉം. അരുൺ പോയോ അനാമിക? അവര് പുറത്തുനിന്ന് സംസാരിക്കായിരുന്നു. പോയോന്നറിയില്ല. ഇത്ര നേരം സ്നേഹയുടെ കൂടെ താൻ മാത്രമായിരുന്നല്ലോ. എന്തൊക്കെയായിരുന്നു സംസാരിച്ചത്? മൈഥിലി പറയുന്ന പോലെ അത്ര സിമ്പിളാണോ സ്നേഹയുടെ ക്യാരക്ടർ? എന്തുപറ്റി? ഓവർ പൊസസീവാണ്. എന്ത് കാര്യവും വെട്ടിത്തുറന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലുമാ. അതൊക്കെ ഓക്കെ. പക്ഷേ പറയുന്ന വാക്കുകളില് സ്നേഹ എന്തോ ഒളിപ്പിച്ചു വയ്ക്കുന്നില്ലേ എന്നെനിക്കൊരു സംശയം. അങ്ങനെ തോന്നാൻ എന്താ? ചില കാര്യങ്ങളിൽ വല്ലാത്തൊരു പോയിന്റിങ്, ചിലത് കുറ്റപ്പെടുത്തും പോലെ. എനിക്കെന്തോ ഒട്ടും മനസ്സിലാക്കാൻ പറ്റാത്തൊരാളായിട്ടാ ആ കുട്ടിയെ തോന്നിയേ. താൻ ഏതളവ് കോല് വെച്ച് ആ കുട്ടിയെ നോക്കിയതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ നേരത്തെ നഷ്ടപ്പെട്ടൊരു കുട്ടി. അമ്മയുടെ അച്ഛൻ്റെയും വാത്സല്യം കിട്ടിയത് അച്ഛനെന്ന് മാത്രമാണ്. ആ പാവം മനുഷ്യനാണെങ്കിൽ പ്രത്യേകിച്ച് സ്നേഹ കൺട്രോൾ ചെയ്യാനും നോക്കാറില്ല. നിയന്ത്രണമില്ലാതെ അഴിച്ചുവിട്ടേക്കുന്നതിന്റെ ദോഷമുണ്ട്. അതൊക്കെ അങ്ങ് പാകപ്പെടുമ്പോൾ ശരിയാവൂടോ. ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന താനായിരുന്നോ പഴയ ആ ക്യാമ്പസിൽ? അല്ലല്ലോ. എന്തൊക്കെ കോലാഹലങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. അന്ന് താൻ കരുതിയിട്ടുണ്ടോ ഇത്രയും പക്വതയുള്ള ഒരാളായിട്ട് താൻ മാറുന്ന? മൈഥിലി പറയുന്നത് ജീവിതം നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റത്തെക്കുറിച്ചാ. പക്ഷേ എന്നോട് പറഞ്ഞത് പറഞ്ഞു. പക്ഷേ ഇങ്ങനെ ആ കുട്ടിയോട് സംസാരിച്ചോ? ഇല്ല. ഞാനെന്തിനാ വഴിയെ പോകുന്ന തല്ല ഇറന്ന് വാങ്ങിക്കുന്നത്? ഞാനൊന്നും ചോദിച്ചില്ല. നന്നായി. അരുണിന്റെ കുട്ടിയാ. സ്നേഹയെക്കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് അത്ര മതി. ജീവിതത്തിന്റെ പൊരുത്തപ്പെടലൊക്കെ ആ കുട്ടി സ്വയം തീരുമാനിക്കട്ടെ. ആ ചിന്തയിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ തന്റെ കാര്യങ്ങളൊക്കെ കണ്ടു ശീലിച്ചതുകൊണ്ട് പറയാ, സ്നേഹയെ താനൊന്ന് സൂക്ഷിക്കണം. ആ കുട്ടി തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് എവിടെയോ എനിക്കൊരു തോന്നൽ. ആ കുട്ടി എനിക്കെന്ത് ബുദ്ധിമുട്ടുണ്ടാക്കാനാ? ഇന്നിപ്പോ ഇവിടെ എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത് തന്നെ അവൾ എൻ്റെ പ്രസൻസ് അത്ര എൻജോയ് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ? അല്ലെങ്കിൽ അച്ഛൻ വന്നു എന്ന് കേൾക്കുമ്പോ അവൾക്ക് അങ്ങ് തിരിച്ചു പോയാ പോരെ? ഓക്കെ, ഞാൻ പറഞ്ഞതങ്ങ് വിട്ടേക്ക്. താൻ പറയുന്നത് ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് വിടുന്നൊന്നുമില്ല. താനങ്ങനെ വെറുതെ ഒന്നും എന്നോട് പറയാറില്ലല്ലോ. ആയിക്കോട്ടെ, സ്നേഹയുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റ് വന്നാലും താനത് നിസ്സാരമായിട്ട് സഹിക്കും. അതെനിക്കറിയാം. പ്രത്യേകിച്ച് അത് അരുണിന് വേണ്ടിയാവുമ്പോ. ഒറ്റപ്പെടലിന്റെ തുരുത്തിൽ നിൽക്കുമ്പോ പലപ്പോഴും വലിയൊരു ആശ്വാസം അവനാ. അവനും കൂടി അകന്നു പോകുന്നത് ആലോചിക്കാൻ പോലും വയ്യ. സോ ചില കൊച്ചു കുസൃതികള് നമുക്കങ്ങോട്ട് സഹിച്ചേക്കാന്നേ. വന്നോ? ഫാദർ എപ്പോൾ തിരിച്ചെത്തി? ഞാൻ വന്നിട്ട് കുറച്ച് സമയമായി. അല്ല, നീ മൈഥിലിയുടെ വീട്ടിൽ കയറിയായിരുന്നു? മൈഥിലി മാം ഹോസ്പിറ്റലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ, മൈഥിലൊന്ന് ലീവാന്നല്ലേ നീ പറഞ്ഞത്? ഒരു എമർജൻസി വന്നപ്പോൾ ഞാൻ പോയി പിക്ക് ചെയ്തിട്ട് വന്നു. എന്നിട്ട് നീ അവിടെ പോയിട്ട് സ്നേഹയെ കണ്ടോ? കണ്ടു. നീ പ്രതീക്ഷിച്ചതുപോലെ അവളെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോടാ? ഇല്ല ഫാദർ, സത്യത്തിൽ സ്നേഹയ്ക്ക് അങ്ങോട്ട് പോകാൻ തോന്നിയത് നന്നായി. എന്താടപ്പം അങ്ങനൊരു തോന്നൽ? ഒന്നുമില്ല, ഒരു കാര്യം എനിക്ക് വ്യക്തമായി. മൈഥിലി മാമിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതലായി സ്നേഹ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. മൈഥിലി മാമത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് സ്വന്തം കുടുംബത്തെ പോലെ സ്നേഹ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അല്ലടാ, നീ സ്നേഹയെക്കുറിച്ച് തന്നെയല്ലേ ഈ പറയുന്നത്? അതെ ഫാദർ. ഒരു ദിവസം അവിടെ നടക്കണമെന്ന് സ്നേഹ പറഞ്ഞപ്പോൾ നമ്മളെന്താ കരുതിയത്? സ്നേഹ വെറുതെ ഒരു യാത്ര പോകുന്നു എന്നല്ലേ? പക്ഷെ അതല്ല. സ്നേഹ പോയിരിക്കുന്നത് കൃത്യമായൊരു ഉദ്ദേശത്തോടെയാണ്. എന്തുദ്ദേശം? സാരംഗ് സാറിനോട് സംസാരിക്കാൻ, അവരുടെ കുടുംബ പ്രശ്നം പറ്റുമെങ്കിൽ ഒതുക്കി തീർക്കാൻ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അത് അയാൾ സമ്മതിക്കുകയും ചെയ്തു. ഒരു കാര്യം എനിക്ക് ഉറപ്പ് വന്നിരിക്കുക, ചില കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം എടുക്കാമെന്ന്. അതുപോലെ ഫാദർ. ഡാ, ഈ കുടുംബ പ്രശ്നം എന്ന് പറയുന്നത് വലിയൊരു കനല. പുറത്തുനിന്ന് ഒരാൾ അതിൽ തൊട്ടാ പെട്ടെന്ന് അങ്ങ് പൊള്ളും. ഇങ്ങനൊരു കാര്യം സ്നേഹയെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഫാദർ. മൈഥിലി മാമിൻ്റെ കുടുംബം പഴയ രീതിയിൽ തന്നെ ആവുമെന്നും പഴയതുപോലെ നിറഞ്ഞ ചിരിയോടെ മൈഥിലി മാം നിൽക്കണമെന്നും ഫാദർ ആഗ്രഹിക്കുന്നില്ലേ? അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഈ നടപ്പിനിടയ്ക്ക് മനസ്സിനെ ഏറ്റവും കൂടുതൽ അരോസരപ്പെടുത്തുന്നത് മൈഥിലിയുടെ കുടുംബ പ്രശ്നം തന്നെ. എന്നാൽ പിന്നെ അത് അവസാനിച്ചെന്ന് കൂട്ടിക്കോളൂ. ആ, നീ ഇത്ര ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ഞാൻ എന്തിനാ എതിർക്കുന്നത്? അത് ആ കുട്ടിയെ കൊണ്ട് സാധിക്കുമെങ്കിൽ അത് കർത്താവ് തെളിയിക്കുന്ന മറ്റൊരു വഴിയാ. പറ്റും ഫാദർ, അയാളെ കൊണ്ട് അത് സാധിക്കും. ഒരുപക്ഷെ മൈഥിലി മാമിന് വേണ്ടി നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. എനിക്കിപ്പോൾ സ്നേഹയുടെ കാര്യത്തിൽ വലിയ ടെൻഷനൊന്നുമില്ല. നന്നായി, അത്രയും നിന്റെ മനസ്സൊതുങ്ങി കിട്ടുമല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, പോയി ഡ്രസ്സ് മാറിയിട്ട് വാ. നമുക്ക് കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. ചെല്ലടാ, വേഗം വാ. അനാമിക, ആ, താൻ വിളിക്കുമെന്ന് കരുതി ഞാൻ കുറെ കാത്തിരുന്നു. എവിടെ? അതുകൊണ്ട് പിന്നെ രണ്ടും കൽപ്പിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയത്. സോറി രഞ്ജിത്ത്, ഇയാളെ കാര്യമായിട്ട് വിളിച്ചു വരുത്തിയെങ്കിലും എനിക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ വരെ പോകേണ്ടി വന്നു. ഞാൻ വന്നപ്പോൾ ലേറ്റുമായി. അത് സാരമില്ല, ഇവിടെ ഇരുന്നാലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. എന്റെ വാചകോടി കേട്ട് ഇയാൾക്ക് ബോറടിക്കും. ഇതൊരു റിഫ്രഷ്മെന്റ് ആണല്ലോ. സ്നേഹ രഞ്ജിത്ത് കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടില്ല, പക്ഷെ ആവശ്യത്തിന് കേട്ടിട്ടുണ്ട്. അതെന്താ എന്നെക്കുറിച്ച് ഇത്ര കേൾക്കാൻ? ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞാൽ മൈഥിലിയുടെ സ്വന്തം ആളല്ലേ? ഡോക്ടർ അരുൺ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാവർക്കും അതുപോലെ സ്വന്തമല്ലേ? അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നോ? പിന്നെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. കഴിച്ചിട്ടില്ലെങ്കിൽ കള്ളമൊന്നും പറയണ്ട, ഇവിടെ ഫുഡൊക്കെ ഉണ്ട്, കഴിച്ചിട്ട് പോവാം. ഏയ് വേണ്ട മൈഥിലി. അല്ല, എന്താ തന്റെ പരിപാടി? ഇപ്പൊ ഇറങ്ങാണോ അതോ ഇവിടെ സ്റ്റേ ആണോ? അല്ല, ഞാൻ വരിക. ഇടോ, നിർബന്ധമൊന്നുമില്ല. താനിവിടെ നിൽക്കുകയാണെങ്കിൽ നിന്നോ. വേണ്ട വേണ്ട, താൻ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കില്ലെന്നേ എനിക്ക് നന്നായിട്ട് അറിയാം. കൊണ്ടുപോക്കോ. സാരില്ല, ഇന്നെന്തായാലും ഇങ്ങനെ പോട്ടെ. ഇനിയൊരു ദിവസം ഞാൻ നേരെ അങ്ങോട്ട് ഇറങ്ങാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ചൊരു കറക്കം കറങ്ങാം. ഓൾവേസ് വെൽക്കം. സ്നേഹം നമ്മുടെ വെച്ചല്ലേ. എന്നാ പിന്നെ മൈഥിലി, ഞാൻ ഇറങ്ങിക്കോട്ടെ. സ്നേഹ പോട്ടെ. സാരെങ്കിൽ ലേറ്റ് ആവുമല്ലേ? അങ്ങനെ പറഞ്ഞത്. എന്നാ ശരി, വാ. അവര് തമ്മിലിപ്പോ പ്രോബ്ലംസ് ഒന്നുമില്ല അല്ലേ മാം? ഇപ്പോന്നല്ല, എന്നും അവർ തമ്മിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. ഇടയിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായി, അത് സ്നേഹിക്കും അറിയാലോ. അതവര് ഭംഗിയായിട്ട് പരിഹരിക്കുകയും ചെയ്തു. ജീവിതം അങ്ങനെ വേണം. കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ മറികടന്ന് കൂടുതൽ നന്നായി സ്നേഹിക്കാൻ പറ്റണം. എല്ലാ പ്രോബ്ലംസിനും അങ്ങനെ പറ്റാറില്ല അല്ലേ? ഉള്ളിൽ കൊളുത്തി വലിക്കുന്ന ചില ഫീലിങ്സ് ഉണ്ടായാൽ പെട്ടെന്ന് അങ്ങ് മനസ്സ് നിറങ്ങിപ്പോയില്ല. വേണ്ട കുട്ടി, സീരിയസ് ആയിട്ടുള്ള ഒരു സംസാരമാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. സ്നേഹയുടെ ചിരിയും കളിയൊക്കെ അങ്ങനെ തന്നെ തുടർന്നോട്ടെ. അതെന്തിനാ ഇല്ലാതാക്കുന്നത്?